ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ മുതൽ റേഷൻ കിറ്റ് വിതരണം പുതിയ രീതിയിലേക്ക് മാറുകയാണ്. നാളെ കിറ്റ് വാങ്ങാൻ റേഷൻ കാർഡിന്റെ നിറമോ നമ്പറോ നോക്കേണ്ട, അതാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക, ഒപ്പം ബെല്ലൈക്കണം എനാബിൾ ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് പോകാം. നമുക്ക് മുഖ്യമന്ത്രിയുടെ 100 ദിവസത്തെ കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ചിട്ടുള്ള 4 മാസം തുടർച്ചയായി ലഭിക്കുന്ന ഭക്ഷ്യകിറ്റിന്റെ ഒക്ടോബർ മാസത്തെ കിറ്റ്, രണ്ടാം ഘട്ടം ഒക്ടോബർ മാസത്തെ കിറ്റിന്റെ വിതരണമാണ് ഈ നവംബർ മാസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ നവംബർ 13-ാം തീയതി വെള്ളിയാഴ്ച ദിവസം വെള്ള കാർഡുകാരുടെ ബാക്കി ശേഷിക്കുന്ന നമ്പർ കൂടി അപ്ഡേറ്റ് ആവുകയാണ്. അതായത് 6 മുതൽ 9 വരെയുള്ള നമ്പർ അപ്ഡേറ്റ് ആവുന്നതോടുകൂടി എല്ലാ കാർഡിന്റെ എല്ലാ നമ്പറുകളും ഈ പോസ്റ്റ് മെഷീനിൽ അപ്ഡേറ്റ് ആവുന്നതാണ്. അതുകൊണ്ട് ശേഷിക്കുന്ന ദിവസങ്ങളിൽ, കിറ്റ് വിതരണമുള്ള എല്ലാ ദിവസങ്ങളിലും കാർഡിന്റെ നിറം നോക്കാതെ, അതുപോലെ തന്നെ കാർഡിന്റെ അവസാന അക്ക നമ്പർ നോക്കാതെ തന്നെ കിറ്റ് വാങ്ങാൻ കഴിയും. ബാക്കിയുള്ള മഞ്ഞ കാർഡുകാർ ഉണ്ടെങ്കിൽ അവർക്കും, പിങ്ക് കളർ കാർഡുകാർക്കും, അതുപോലെ തന്നെ നീല കാർഡുകാർക്കും, ഇപ്പോൾ വിതരണം ചെയ്യുന്ന വെള്ള കാർഡുകാർക്കും നാളെ മുതൽ കാർഡിന്റെ നമ്പർ നോക്കേണ്ട, കാർഡിന്റെ നിറം നോക്കേണ്ട, നാളെ മുതൽ കിറ്റ് കൈപ്പറ്റാവുന്നതാണ്. അതാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നിങ്ങളെ അറിയിക്കാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കിറ്റ് വാങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ റേഷൻ കടകളിൽ, പ്രത്യേകിച്ച് വെള്ള കാർഡുകാർ, നിങ്ങളുടെ കിറ്റ് റേഷൻ കടയിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടോ എന്നൊന്ന് വിളിച്ച് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. കിറ്റ് സ്റ്റോക്ക് എത്താത്തതിന്റെ പ്രശ്നം പല റേഷൻ കടകളിലുമുണ്ട്. കിറ്റ് സ്റ്റോക്ക് എത്താത്തതുകൊണ്ട് നിങ്ങൾക്ക് കിറ്റ് നഷ്ടപ്പെടുകയില്ല. ഈ മാസം 20-ാം തീയതി വരെയെങ്കിലും കിറ്റിന്റെ വിതരണം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം ബെല്ലൈക്കണം എനാബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.